ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നിങ്ങളുടെ സിസ്റ്ററുടെ മാരേജിന് വേണ്ടിയിട്ട് ഒരു ഗൗൺ എടുക്കാൻ വേണ്ടി നിങ്ങളൊരു ബൊട്ടീക്കിൽ പോവാണ്. നിങ്ങളുടെ മുമ്പിൽ 2 ഷോപ്പാണ് ഉള്ളത്. ഫസ്റ്റ് ഷോപ്പ് വൈറ്റ് എക്സ്റ്റീരിയർ അതുപോലെ തന്നെ വൈറ്റ് ഇൻറ്റീരിയർ ഒക്കെ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഷോപ്പ്. സെക്കൻഡ് വൺ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വെൽക്കമിങ് അപ്പിയറൻസ് തരുന്ന ഒരു ഷോപ്പാണ് സെക്കൻഡ് ഷോപ്പ്. നമ്മൾ ഒരു റീറ്റെയിൽ സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈൻ വളരെ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആക്കിയിട്ട് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് സെല്ലിങ് മാത്രമല്ല, നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് കൂടെ നമ്മൾ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ സ്പേസും നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. ഇത് നമ്മൾ നോക്കുന്നത് അങ്ങനെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബൊട്ടീക്കിൻ്റെ ഡിസൈനാണ്. നമ്മൾ ഈ ഒരു ബൊട്ടീക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള 1-2 കീ പോയിന്റ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് ആണ് ഒരു കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കളർ സ്കീമോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ട്. ഒരു കസ്റ്റമർ ഷോപ്പിൽ എൻ്റർ ചെയ്ത് തൊട്ട് അവർ ബില്ല് ചെയ്ത് തിരിച്ച് എക്സിറ്റ് ആവുന്നത് വരെ അവർ ഏതൊക്കെ വഴിയിലൂടെ പോകണം എന്നുള്ളത് വരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. തേർഡ് പോയിന്റ് ആണ് ഇതിൻ്റെ പേഴ്സണലൈസ്ഡ് ഡീറ്റെയിൽഡ് ഡിസൈൻ. അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഓരോ എലമെൻറ്റ്സ് ആണെന്നെങ്കിൽ അത്രയും ഡീറ്റെയിലോട് കൂടിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ് ടു 90% ഓഫ് കസ്റ്റമേഴ്സ് ആദ്യത്തെ ഒരു 90 സെക്കൻഡിൽ തന്നെ തീരുമാനം എടുക്കും ഒരു ഷോപ്പ് കാണുമ്പോൾ നമുക്ക് ഈ ഷോപ്പ് ഒന്ന് വാങ്ങിക്കണോ വേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ഒരു കളർ സ്കീം കൊണ്ടോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു 90 സെക്കൻഡിൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള എക്സ്റ്റീരിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ കസ്റ്റമേഴ്സിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ ഇൻറ്റീരിയർ പ്ലാനും ലേഔട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നതാണ്.